രോഹിത് ശർമ്മ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റൻ. രോഹിത് ശർമ്മക്ക് ഫിറ്റ്നസ് ഇല്ല. തടിയൻ എന്ന് വിളിച്ച് ഷമാ മുഹമ്മദ്. രാവിലെ തന്നെ കണ്ടൊരു ന്യൂസാണ്. ഇത് കണ്ട് എൻ്റെ കിളി പോയി, സത്യം പറയാലോ. അപ്പം ഞാൻ ഈ ഷമാ മുഹമ്മദ് ആരാന്നറിയാൻ വേണ്ടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം കോൺഗ്രസിൻ്റെ വക്താവാണെന്ന് എനിക്കറിയാൻ പറ്റിയത്. എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ ഷമാ മുഹമ്മദിന് ക്രിക്കറ്റ് എന്താണെന്നറിയോ? സച്ചിൻ എന്താണെന്നറിയോ? കോഹ്ലി എന്താണെന്നറിയോ? ഇവരുടെ ഈ പ്രസ്താവന കൊണ്ട് ഇതൊന്നും അറിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രോഹിത് ശർമ്മ എന്ന ഒരു ക്യാപ്റ്റൻ, ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഒരു പ്ലെയർ ആയിക്കോട്ടെ, ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഓപ്പണറും ഏറ്റവും മികച്ച ക്യാപ്റ്റനും എന്ന് ഞാൻ പറയും. കാരണം മുംബൈ ഇന്ത്യൻസിന് IPL 4 കിരീടങ്ങൾ നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനാണ്. 4 കിരീടങ്ങൾ നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനാണ്. അതുകൂടാതെ ഇന്ത്യക്ക് 2024 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് കൊടുത്തതിൽ നിർണായക പങ്ക് വഹിച്ചൊരു ക്യാപ്റ്റനാണ്. അതുകൂടാതെ ഹയസ്റ്റ് സ്കോർ, വൺ ഡേയിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയിരിക്കുന്നത് രോഹിത് ശർമ്മയാണ്, 264 ശ്രീലങ്കക്കെതിരെ. അതുകൂടാതെ ഡബിൾ സെഞ്ചുറി 3 തവണയായിട്ട് അടിച്ചിട്ടുണ്ട്. വൺ ഡേയിൽ ഡബിൾ സെഞ്ചുറി 3 തവണയായിട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കോഹ്ലി കഴിഞ്ഞാൽ ഇന്ത്യയുടെ റൺ ഗെറ്റർ ഇപ്പം കളിക്കുന്ന പ്ലെയർ, ആക്റ്റീവ് പ്ലെയേഴ്സിൽ വിരാട് കോഹ്ലി കഴിഞ്ഞാൽ രോഹിത് ശർമ്മയാണ്. വൺ ഡേയിൽ ഏകദേശം 30ഓളം സെഞ്ചുറി, 30ന്റെ മേലെ സെഞ്ചുറി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഓസ്ട്രേലിയൻ അടിച്ചിട്ട് ഫൈനലിലെത്തും. ഫൈനലിൽ നിന്ന് ആഫ്രിക്കൻ അടിച്ച് കപ്പടിക്കും. ഇത്രയും നല്ലൊരു പ്ലെയറെ കുറിച്ചും ഇത്രയും നല്ലൊരു ക്യാപ്റ്റനെ കുറിച്ചും എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ്, ഷമാ മുഹമ്മദ് എന്ന പേര്, കോൺഗ്രസിന് എന്തോ ഒരു കൊണാണ്ടറാണ്. ചുമ്മാ അടിച്ചിറക്കുന്നതിൽ അടിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ കുറേ മാധ്യമങ്ങളായ ആൾക്കാരും. ഇവളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഫെയിം ആവാൻ വേണ്ടിയിട്ട്, അതായത് കേരളത്തിൽ കൂടെ നടക്കുന്ന ഇവള് ഈ രോഹിത് ശർമ്മയെ കുറിച്ച് പറയുമ്പോൾ അത് ആഗോള മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇവള് കുറച്ച് ഫേമസ് ആവും. ഇപ്പം അതാണല്ലോ പതിവ്, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ ഫെയിം ആവാമല്ലോ. അപ്പോൾ രോഹിത് ശർമ്മനെ പറയുമ്പോൾ എനിക്ക് കൊള്ളും, കാരണം ഞാനൊരു സ്പോർട്സ് പ്രേമിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഇതിനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവക്കൊക്കെ ഈ ഷമാ മുഹമ്മദിനൊക്കെ വീട്ടിലിരുന്നിട്ട് പുട്ടും കടല ഉണ്ടാക്കിയിരുന്നാൽ പോരെ, മണ്ടത്തരം വിളിച്ചു പോകുന്നു. ക്രിക്കറ്റ് എന്താണെന്നറിയോ? രോഹിത് ശർമ്മ എന്താണെന്നറിയോ? രോഹിത് ശർമ്മ ഒരു മോശം ക്യാപ്റ്റനാണെങ്കിൽ അദ്ദേഹം ക്യാപ്റ്റൻ ആയിട്ടുള്ള കളികൾ നോക്കണം, അത് വെച്ചിട്ട് പറയണം. 2024 T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് വാങ്ങിക്കൊടുത്തു. അതുകൂടാതെ 2023 ഏകദിന വേൾഡ് കപ്പ് ഫൈനലിൽ രോഹിത് ശർമ്മ കളിച്ചിരിക്കുന്ന രോഹിത് ശർമ്മ കളിച്ച ലെവലിൽ വേറെ ആരെങ്കിലും കളിച്ചിരുന്നെങ്കിൽ കപ്പ് ഇന്ത്യയിൽ വന്നേനെ, കപ്പ് ഇന്ത്യ കിട്ടിയേനെ. രോഹിത് ശർമ്മ നന്നായിട്ട് കളിച്ച്, രോഹിത് ശർമ്മന്റെ ആ കളി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഒറ്റ ബാറ്റർ പോലും അദ്ദേഹത്തിനെ പോലെ കളിച്ചിട്ടില്ല. രോഹിത് ശർമ്മ ഔട്ടായതിനു ശേഷം കളി കഴിഞ്ഞ് അങ്ങനെ പോയതാണ് കളി. അങ്ങനത്തെ ഒരു ക്യാപ്റ്റനും അങ്ങനത്തെ ഒരു പ്ലെയറെയും കുറിച്ചിട്ട് ചുമ്മാ അടുക്കളയിൽ കിടക്കുന്നവരൊന്ന് വിളിച്ച് പറയുമ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെയിം ആവാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയുന്നതാണ് ഷമാ മുഹമ്മദ്. പൊതുവെ സ്ത്രീകളെ ഞാൻ ആക്ഷേപിക്കല്ല, പൊതുവെ ഇങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഫെയിം ആവാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ അതിൻ്റെ സെൻസിൽ വിടുക. ഫുള്ള് ട്രോളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയും, അവരെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഒരു കഴിവ് വേണം. ചുമ്മാ വായിൽ വരുന്നത് വിളിച്ച് പറഞ്ഞാൽ പോരാ, മനസ്സിലായില്ലേ? അതുകൂടാതെ 2024-23 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ തോറ്റതാണ്. ഇന്ത്യൻ എല്ലാ മേഖലയിലും, അതായത് വൺ ഡേ T20 ടെസ്റ്റിൽ വരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ക്യാപ്റ്റനെ കുറിച്ചാണ് ഇത് വേണ്ടാതീരം വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നും പറയാനല്ല, പെണ്ണുമ്പിള്ളേ ഒന്നും പറയില്ല, നമിച്ചു പോയി. ഇത് കേട്ട് എൻ്റെ കിളി പോയി. ഓക്കെ സുലാൻ, ഒന്നും പറയാനല്ല.